മേക്കിംഗ് സാമ്പിൾസ് ഓഫ് ടക്സ്, ഗ്യാദേഴ്സ്, ഷിർസ് ആൻഡ് ഫ്രിൽസ് എന്ന ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സെഷൻ്റെ അവസാനം നിങ്ങൾ വിവിധ തരത്തിലുള്ള ഗ്യാദേഴ്സിൻ്റെ സാമ്പിളുകൾ ഉണ്ടാക്കുക, ഷിർസിൻ്റെ സാമ്പിളുകൾ ഉണ്ടാക്കുക, ഫ്രിൽസിൻ്റെയും റഫിൾസിൻ്റെയും സാമ്പിളുകൾ ഉണ്ടാക്കുക എന്നിവ പഠിക്കും. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ്. സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ 1, സിപ്പർ ഫുട്ട് 1, അയൺ ബോക്സ് 1, ഹാൻഡ് നീഡിൽ 1, സിസേഴ്സ് 8 ഇഞ്ച് 1, സ്കെയിൽ 12 ഇഞ്ച് 1, മെഷറിംഗ് ടേപ്പ് 1, മെഷീൻ നീഡിൽ 14, ബോബിൻ ആൻഡ് കേസ് 1, ലോങ് ക്ലോത്ത് ഓർ പോപ്ലിൻ 1.20 meter into 0.90 meter. Cord 0.75 centimeter. Sewing thread 1. Prepare gathers by machine. Gathers മെഷീനിൽ എങ്ങനെയാണ് ചെയ്യുക എന്നതിൻ്റെ മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. 10 cm into 20 cm സൈസിൽ ഉള്ള ഒരു കോട്ടൺ ഫാബ്രിക് പീസ് എടുക്കുക. ഫാബ്രിക്കിന്റെ രണ്ട് എഡ്ജസിലും 1 cm ഡിസ്റ്റൻസിൽ വെർട്ടിക്കലായി ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഒരു മാർക്ക്ഡ് ലൈനിൽ നിന്നും മറ്റൊരു മാർക്ക്ഡ് ലൈൻ വരെ 1 cm ഡിസ്റ്റൻസിൽ 2 ഹൊറിസോണ്ടൽ ലൈൻസ് മാർക്ക് ചെയ്യുക. സ്റ്റിച്ചസ് റെഗുലേറ്ററായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോയർ നമ്പറിൽ നിന്ന് ഹയർ നമ്പർ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫാബ്രിക്കിൽ 2 പാരലൽ റോസ് ഓഫ് ലോങ് സ്റ്റിച്ചസ് ചെയ്യുക. രണ്ട് എൻഡ്സിലും ലോങ് ത്രെഡ്സ് അവശേഷിപ്പിക്കുക. ബോബിൻ ത്രെഡ് പിൻ ആൻഡ് ട്വിസ്റ്റ് ചെയ്ത് എഡ്ജിലുള്ള പിൻസുമായിട്ട് ചുറ്റിവയ്ക്കുക. ശേഷം മറ്റൊരു എഡ്ജിൽ സ്റ്റിച്ചസ് പിൻ ചെയ്യുക. ഫാബ്രിക് ഇപ്പോൾ ഗ്യാദർ ചെയ്യാനായി റെഡിയായിരിക്കുന്നു. ബോബിൻ ത്രെഡ്സ് ഒരു എൻഡിൽ നിന്നും ജെന്റിലായി വലിച്ച് ഫാബ്രിക്കിൽ ഗ്യാദർസായി ക്രിയേറ്റ് ചെയ്യുക. സ്റ്റിച്ച് റെഗുലേറ്ററിനെ നോർമൽ സ്റ്റിച്ച് ലെങ്ത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്യാദർസ് യൂണിഫോമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ പിൻ ചെയ്ത് ഫോൾഡ്സ് ഹോൾഡ് ചെയ്ത് അത് ഫേൺ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ഗ്യാദർസിനെ പെർമനന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഗ്യാദർസ് റെഡി. പ്രിപ്പയർ കോഡഡ് ഗ്യാദർസ്. കോഡഡ് ഗ്യാദർസ് ചെയ്യുവാനുള്ള മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. 10 cm into 20 cm ഉള്ള ഒരു കോട്ടൺ ഫാബ്രിക് പീസ് എടുക്കുക. അപ്പർ എഡ്ജിൽ നിന്നും ഒരു 2 cm ഡിസ്റ്റൻസിൽ ഹൊറിസോണ്ടലായി ഒരു ലൈൻ മാർക്ക് ചെയ്യുക. സ്ട്രോങ് കോർഡ് ത്രെഡ് എടുത്ത് മാർക്ക് ചെയ്ത ലൈനിൽ വെച്ച് ഡയഗണൽ ബൗണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്ത് കോഡ് സ്റ്റിച്ച് ചെയ്യുക. സിഗ്സാഗ് മെഷീൻ യൂസ് ചെയ്ത് വൈഡസ്റ്റ് സിഗ്സാഗ് സ്റ്റിച്ച് കോഡിന്റെ മേലെ വരുന്ന രീതിയിൽ ചെയ്യുക. സ്റ്റിച്ചിന്റെ ഒരെൻഡിൽ ത്രെഡ് നോട്ട് ചെയ്ത് കോഡ് ജെന്റിലായി ഒരു ഭാഗത്തു നിന്ന് ഇന്റർവെൽ പാലിച്ച് വലിച്ച് ഗ്യാദർസ് ഫോം ചെയ്യുക. ഷിർസ്. ഷിർ എന്ന് വെച്ചാൽ ഗാർമെന്റ്സിൽ ഫുൾനെസ് കൺട്രോൾ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഷിറിംഗ് എന്ന് വെച്ചാൽ മോർ ദാൻ 3 rows ഓഫ് ഗ്യാദേഴ്സ് ഉണ്ടാവും. ഷിറിങ്ങിലൂടെ ഫുൾനെസ് എൻറ്റയർ ഏരിയയിലും ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഫുൾനെസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡെക്കറേറ്റീവ് വേ ആണ്. മെഷീനിൽ ഷിറിംഗ് ചെയ്യുന്നത് ഹാൻഡിനേക്കാളും ക്വിക്കസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ആണ്. ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ് ഷിറിങ്ങിന് വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കുക. മേക്ക് സാമ്പിൾസ് ഓഫ് ഷിർസ്. ഷിർസ് എങ്ങനെയാണ് ചെയ്യുക എന്നതിന്റെ മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. 15 cm into 20 cm സൈസിൽ ഉള്ള ഒരു ക്ലോത്ത് ഫാബ്രിക് പീസ് എടുക്കുക. ടോപ്പ് എഡ്ജിൽ നിന്ന് 2 cm ലൈൻസ് മാർക്ക് ചെയ്യുക. അതേപോലെ 1 cm ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ 10 ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഫാബ്രിക്കിന്റെ രണ്ട് എഡ്ജസിൽ 1 cm ഡിസ്റ്റൻസ് വിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യുക. ഒരു മാർക്ക്ഡ് ലൈനിൽ നിന്നും മറ്റൊരു മാർക്ക്ഡ് ലൈൻ വരെ 1 cm ഡിസ്റ്റൻസിൽ 2 ഹൊറിസോണ്ടൽ ലൈൻസ് മാർക്ക് ചെയ്യുക. സ്റ്റിച്ച് റെഗുലേറ്റർ ലോങ് സ്റ്റിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ലോവർ നമ്പറിൽ നിന്ന് ഹയർ നമ്പറിലേക്ക് ചെയ്യണം. രണ്ട് എൻഡ്സിൽ ലോങ് ത്രെഡ്സ് അവശേഷിപ്പിച്ച്
മാർക്ക്ഡ് ലൈൻസിൽ ലോങ് സ്റ്റിച്ചസ് ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ലൈനിൽ പിൻ യൂസ് ചെയ്യാൻ തുടങ്ങുക. ശേഷം ബോബിൻ ത്രെഡിന്റെ ഒരു എൻഡ് ട്വിസ്റ്റ് ചെയ്ത് അത് ലൈനുമായിട്ട് ചുറ്റിവെക്കുക. പിൻസ് നിർബന്ധമായും പാറ്റേണിൽ ഉള്ളതുപോലെ തന്നെ ചെയ്യണം. ശേഷം സ്റ്റിച്ചസ് ഓരോന്നോരോന്നായി വലിച്ച് ജെന്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ത്രെഡ് വലിച്ചതിന് ശേഷം പിന്നിന്റെ എൻഡിൽ ത്രെഡ് ട്വിസ്റ്റ് ചെയ്ത് ചുറ്റിവിടുക, മേലെ കാണിക്കുന്ന രീതിയിൽ. ലോങ് സ്റ്റിച്ചസിൽ നിന്ന് നോർമൽ സ്റ്റിച്ചസ് വരെ അത് അഡ്ജസ്റ്റ് ചെയ്യുക. സ്റ്റിച്ച് എൻഡ്സിൽ നിന്ന് പിൻസ് ഉള്ള ത്രെഡ്സ് വിട്ടുകൊണ്ട് ഒരു സ്റ്റിച്ച് ഇടുക. പിൻസ് റിമൂവ് ചെയ്തിട്ട് ത്രെഡിന്റെ എൻഡിൽ നോട്ട് ഇടുക, അതായത് മേലെ കാണിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഷിറിംഗ് റെഡിയായിരിക്കുന്നു. ഫ്രിൽസ് എന്നാൽ ഒരു ഗാർമെന്റ് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇത് ഹെം ലൈൻ, നെക്ക് ലൈൻസ് കൂടാതെ ഗാർമെന്റിന്റെ ഏത് പോർഷനിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഫ്രിൽ വിഡ്ത്ത് 1 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ വേരി ആവാം. ശേഷം ലെങ്ത് റെക്കോർഡ് എമൗണ്ട് ഓഫ് ഗ്യാതറിംഗിൽ നിർബന്ധമായും കട്ട് ചെയ്യണം. ലെങ്ത് സൈഡ് ഫാബ്രിക്കിൽ നിന്നും നിർബന്ധമായും വാർപ്പ് വെയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രില്ലിന്റെ ഗ്യാതേർഡ് എഡ്ജ് സീം ഉപയോഗിച്ച് കൺസീൽഡ് ചെയ്യാൻ സാധിക്കൂ. ഫ്രിൽസ് ഡബിൾ ലെയേഴ്സ് അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലും ചെയ്യാൻ സാധിക്കും. ഫ്രിൽസിന്റെ ലെങ്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും അധികമാണെങ്കിൽ അതിനെ ഫ്ലോൺസസ് എന്ന് വിളിക്കുന്നു. മേക്ക് സാമ്പിൾസ് ഓഫ് ഫ്രിൽസ്. പ്രിപ്പയർ സ്ട്രെയിറ്റ് ഫ്രിൽസ്. ഫ്രിൽസ് ചെയ്യുവാനുള്ള മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. 10 cm × 20 cm സൈസിൽ ഒരു കോട്ടൺ ഫാബ്രിക് പീസ് എടുക്കുക. അപ്പർ എഡ്ജിൽ നിന്ന് 1 സെന്റിമീറ്റർ വിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ശേഷം 5 സെന്റിമീറ്റർ താഴെ 2 ലൈൻസ് മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട്, അതും റോങ് സൈഡിൽ. ബോട്ടം എഡ്ജിൽ നിന്ന് 1.5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഹൊറിസോണ്ടലായി ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഫാബ്രിക്കിന്റെ റോങ് സൈഡിൽ നിന്ന് ബോട്ടം എഡ്ജ് 5 സെന്റിമീറ്റർ ടേൺ ചെയ്ത് ഒരു തവണ കൂടി 1 സെന്റിമീറ്റർ ടേൺ ചെയ്ത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്യുക. 2 മാർക്ക്ഡ് ലൈൻസിലും ഒരു ലോങ് സ്റ്റിച്ച് ഫോം ചെയ്യുക. സ്റ്റിച്ചിന് യോജിച്ച രീതിയിൽ സ്റ്റിച്ച് റെഗുലേറ്റർ ലോയർ നമ്പറിൽ നിന്ന് ഹയർ നമ്പറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി 2 പാരലൽ റോസ് ഓഫ് ലോങ് സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. 2 എൻഡുകളിലും ലോങ് സ്റ്റിച്ചസ് അവശേഷിപ്പിക്കുക. ബോബിൻ ത്രെഡ്സ് പിൻ ആൻഡ് ട്വിസ്റ്റ് ചെയ്ത് എഡ്ജിലുള്ള പിന്നുമായിട്ട് ചുറ്റിയിടുക. ശേഷം അടുത്ത എഡ്ജിൽ സ്റ്റിച്ചസ് പിൻ ചെയ്യുക. ഫാബ്രിക് ഇപ്പോൾ ഗ്യാദർ ചെയ്യാൻ റെഡിയാണ്. ജെന്റിലായിട്ട് ബോബിൻ ത്രെഡ്സ് ഒരു എൻഡിൽ നിന്നും വലിച്ച് ഫാബ്രിക് ഗ്യാദർസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റിച്ച് റെഗുലേറ്റർ നോർമൽ സ്റ്റിച്ച് ലെങ്ത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. ഗ്യാദർസ് യൂണിഫോമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ പിൻ ചെയ്ത് ഫോൾഡ്സ് ഹോൾഡ് ചെയ്തിട്ട് ഫേൺ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ഗ്യാദർസ് പെർമനന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യിപ്പിക്കുക. സ്ട്രെയിറ്റ് റഫിളിൽ ഗ്യാദർ ചെയ്താലേ അതൊരു ഫുൾനെസ് പ്രൊഡ്യൂസ് ചെയ്യൂ. റീക്യാപ്പ്. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് വിവിധ തരത്തിലുള്ള ഗ്യാദേഴ്സിന്റെ സാമ്പിളുകൾ എങ്ങനെ നിർമ്മിക്കാം, ഷിർസിന്റെ സാമ്പിളുകൾ എങ്ങനെ നിർമ്മിക്കാം, ഫ്രിൽസിന്റെയും റഫിൾസിന്റെയും സാമ്പിളുകൾ എങ്ങനെ നിർമ്മിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.